ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കാൻ പറഞ്ഞാൽ കാർ പാർക്കിങ്ങിൻ്റെ ഒരു അടിപൊളി വീഡിയോ ഇട്ടാണ്. പിന്നെ ഞാൻ ഇന്ത്യൻ ബൈക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പം രണ്ട് തലത്തിരിഞ്ഞ് വരുന്നു. ആദ്യ വണ്ടിയാണ് ലാസ്റ്റ് വണ്ടിയാണ് ആദ്യം ഒക്കെ പണിയാണ്. എന്താണ് പാർട്ട് 2 പാർട്ട് 1 നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ടേസ്റ്റ് എടുക്കും ബർഗർ കഴിക്കാൻ. നമ്മളെന്താ അടിപൊളി വണ്ടി കിട്ടുന്നത്. അപ്പോൾ ആ വണ്ടി കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നത്. വണ്ടി വന്ന് ചുമ്മാ അടിപൊളി വണ്ടിയാണ്. ഒരു രക്ഷകരമാണ്. നമ്മൾ BMW നൈസായിട്ട് ആക്സിഡൻ്റായി ഫുള്ളി പൊള്ളി നമ്മൾ ജോണിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ജോണിൻ്റെ വകയിൽ നിന്ന് നമ്മൾ മേടിച്ചൊരു വണ്ടിയാണ് ഗേസ്. വണ്ടി എടുക്കേണ്ട ഒരു അമ്മറാണ്, ലക്ഷറി വണ്ടിയാണ് ഗേസ്. നമുക്ക് നേരെ കുറേ പരിപാടി ഉണ്ട് ഗേസ്. നമ്മളെ വീടിൻ്റെ അടുത്തായിട്ടൊരു പോലീസ് ഓഫീസർ വന്ന് താമസിച്ച് നമ്മളെല്ലാം പോയി കമ്പനിയൊക്കെ ആയിരുന്നു ഗേസ്. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ അമ്മർ ഗേസ്. എൻ്റെ മോൻ വളരെ ലോക്കൊക്കെ തുറന്നു ലോക്കടിച്ചേക്കും. ഇതാണ് നമ്മുടെ വണ്ടി. സൗണ്ട് കേട്ടോന്നല്ല, എൻ്റെ രസമില്ലാത്ത സൗണ്ട് റെഡിയാക്കിയാണ്. കണ്ടിട്ട് നമുക്ക് എന്നാൽ പഴയ വീടൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചാൽ ഈ വണ്ടി വാങ്ങിക്കണം. ഇത് സൂപ്പറല്ലേ. നമുക്കിങ്ങനെ പുതിയ വീടിന് എടുക്കാനില്ല, പഴയ വീടിന് എടുത്ത് പോകാനൊന്നുമില്ല. സ്ഥലമുണ്ട് കാണിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ ഒരു പാലം വന്നിട്ട് ഒരു അപ്ഗ്രേഡൊക്കെ ചെയ്ത് ഒരു പാലമൊക്കെ കൊണ്ടുവന്നാണ്. അത് ഫുള്ളി അപ്ഗ്രേഡ് ആയിരുന്നു ടേസ്. നേരത്തെ കണ്ട സ്ഥലമൊക്കെ അല്ലേ നമ്മൾ ചാടിച്ചാലും ഇവിടെ അല്ലേ നമ്മൾ നോക്കണ്ട ഫുള്ള് ചാടിഞ്ഞത്. ഏതോ ഒരു വണ്ടി വന്ന് എന്നിട്ട് അവിടെ മേടിക്കും ചെയ്തു. കണ്ടല്ലോ ഒരു വണ്ടിക്കിട്ട് നമ്മൾ താങ്ങിയല്ല നമ്മൾ വീട് കൂടി നോക്കി പോലെ ആ പഴയ വീടൊക്കെ പോലെ പോക്കി ഇങ്ങനെ കണ്ടാക്കി വെച്ചിട്ട് അത് പൈസ നമ്മുടെ ആ ബോസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കും. ഞാൻ ആ വാടക വീടൊക്കെ ആക്കി നിൽക്കുമ്പോൾ അത് കഴിഞ്ഞ് കാര്യം സംസാരിച്ച് ഇവിടെ ഒരു വർക്കുണ്ട് കേസ്. പിന്നെ വീടെടുത്തായിട്ട് നമ്മൾ ജീപ്പ് നമ്മൾ റെഡിയാക്കി നമ്പർ നേരെ നമുക്ക് ഇനി പെരേക്ക് വാങ്ങിക്കണം. പെരുന്ന് കേസ് നേരെ അതിൻ്റെ മുന്നേ നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ ഗൈസ്. ആരോ വിളിക്കണ്ടേ. നമുക്ക് വണ്ടി ഇവിടെ സൈഡാക്കി കോള് ഗേസ്. നമ്മളെ വിളിച്ചത് വേറെ ആരും ഇല്ലേ ഗേസ്. ആ പോലീസ് ഓഫീസർ പെട്ടെന്ന് തന്നെ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് വരാനാണ് നമ്മൾ പറഞ്ഞത്. നന്നായിട്ട് ബീച്ച് ക്രിമിനൽസെടുത്ത് തേണ്ടിയ കേസ്. നമ്മളെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബീച്ചിൻ്റെ ഭാഗത്തേക്ക് വരാനാണ് ഫോണിൽ ഫസ്റ്റ് നമ്പർ നമ്മളുടെ നമ്മളിവിടെ പാർക്ക് ചെയ്യാണ് കേട്ടോ. നമ്മളിവിടെ തപ്പിയൊക്കെ അരിച്ച് പെറുക്കിയിട്ട് ആ ഒരു പൊടി പോലും കിട്ടില്ല. അടിയിലുണ്ടെങ്കിലൊക്കെ ഉണ്ടാവുമൊക്കെ സ്റ്റാർട്ടാക്കുള്ള ഡിക്കലാണ് കണ്ട് കഴിച്ചാൽ ഫുൾ കൊണ്ടുപോകാൻ
ഇട്ട് കഴിയുമ്പോൾ ഒരു കാട് നോക്കിയിട്ട് ഹോസ്പിറ്റലിലെത്തിയത് ഗൈസ്. ഇയാളെ വേഗം ഇവിടെ കൊണ്ടുവന്ന് വീട്ടാക്കാം. ഇനി നമുക്ക് നേരെ പോയിട്ട് ഇവിടെ ഒരാളെ വിളിച്ചിരിക്കും. ബോധം പോയാൽ ഞങ്ങൾ ഗുണ്ടകളെ നോക്കിക്കുന്ന ടൈമിൽ ക്രിമിനൽസ് വന്നിട്ട് ബ്ലോക്കിന് ആറ് തൊറ്റ വീഴ്ചയിൽ അതിലാണ് ഇയാളെ ബോധം പോയി എന്നാണ്. ഏതായാലും ബോധം തന്നെ വീട്ടിലേക്ക് വീട്ടില്ല വയസ്സ് ഇയാളെ വീടൊക്കെ ഇയാളെ ഡോക്ടർ പോയി ഷൂട്ടൊക്കെ ഇട്ട് റെഡി കനാ വണ്ടി കൊണ്ട് വരാൻ നല്ലല്ലോ ഈ വണ്ടി കൂടി വെക്കാൻ വണ്ടി കൊണ്ടൊന്നും ആദ്യമായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പോയി വീട്ടിൽ പോയി നമ്മളിങ്ങനെ റെഡി ആയിരുന്നു. നമ്മൾ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് അതൊന്നും പ്രശ്നമല്ല. ഇയാൾ വന്നു ഇയാളെ വണ്ടിയെന്ന് തോന്നുന്നു വണ്ടി അവിടെ അടുക്കുന്നുണ്ട്. വലിയ ചടിയാണ് കേസ്. അയാളോട് മാറിക്കൊണ്ടത് നമ്മൾ ഓടിച്ചോളാന്ന് പറയട്ടെ. പിന്നെ ഇയാളവിടെ പോയി വണ്ടിൻ്റെ ചാവിയൊക്കെ നമുക്ക് തന്നു കേസ്. ലോക്കാക്കിയിട്ടാണ് ഇയാൾ പോയി. അതായത് വണ്ടി എടുത്തു വണ്ടി അത്യാവശ്യം നല്ല സുഖല വണ്ടിയാണല്ലോ കേസ്. ആ BMW കൊണ്ട് പോയിക്കോട്ടെ. പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി. അങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇതല്ല അവിടെയാണ് പറഞ്ഞത്. ഇയാൾ ഇവിടെ നിർത്തണ്ട അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ കാർ ഷോറൂം ഉണ്ട്. വീട്ടിൽ മോനെ BMW ഒക്കെ ഉണ്ടല്ലോ. M5 എന്നാണ് തോന്നുന്നത്. ഇവിടെയാണ് കാറിൻ്റെ കണ്ടിന്യൂ വണ്ടി ഇങ്ങനെയൊക്കെ ആവുകയാണ്. റിപ്പയറൊക്കെ ചെയ്യാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യാം ഒക്കെ ചെയ്യാൻ ഇവിടെ നിർത്താനാണ് പറയണത്. എല്ലാവരുടെയെങ്കിലും നിർത്തിക്കൊണ്ട് നമ്മോട് പറഞ്ഞു. ഇത് ഷോറൂം ഇത് പീടിയാണ് ഇവിടെ നിർത്തിക്കുന്നത് ഒരാൾ പറഞ്ഞു. ഇതും ഒരു പോലീസ് സ്റ്റേഷനാണ്. 2 ബിൽഡിങ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വെച്ചാണ് പ്ലാനിങ്ങൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇതൊക്കെ അറിയണേ ഞാനും പറയും. എന്തോ ഒരു കള്ളങ്ങൾ വീട്ടിൽ കഴിച്ചു. കാറിൻ്റെ കീയാണ് ഒരാൾ വന്നപ്പോൾ അയാൾക്ക് കൊടുത്തു. നമ്മളാണ് ഇപ്പോഴത്തെ പോലീസ് ഓഫീസറിന് ഇയാൾ പറയുന്നത്. എനിക്ക് നമ്മളൊരു ഓഫീസറായിരിക്കാൻ കഴിച്ചാൽ അപ്പം നമുക്ക് പറ്റിയൊരു വെഹിക്കിളൊക്കെ പുറത്തുണ്ടാവും. അപ്പോൾ കാറ് കൊണ്ടുപോയി മറ്റേ കാർ കൊണ്ടുവരും. വേറെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. വണ്ടി അവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. വണ്ടി ഇതാണെന്നാണ് പറഞ്ഞപ്പോൾ ഈ വീഡിയോയിലൂടെ ചാൻഡിട്ട് ഇവിടെ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ചലഞ്ചറാണ് ഗൈസ്. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയും. പിന്നെ ഈ വണ്ടിയിൽ ഒരു ഫിലിമും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ വീഡിയോ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.